ഞാൻ സുജിത് മലബാർ ടെക് ആൻഡ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആൾട്ടോ 800ൻ്റെ അതായത് നമ്മൾ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബെയറിങ് പോയ പോലത്തെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ കസ്റ്റമർ ആ കംപ്ലയിൻറ്റ് കൊണ്ടാണ് നമ്മുടെ കസ്റ്റമർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഓയിലിൻ്റെ സ്ട്രെയിനർ ബ്ലോക്കാണ്. അതായത് രാവിലെ മാത്രമേ ആ കംപ്ലയിൻറ്റ് അധിക വണ്ടിക്ക് കാണൂ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചൂടൊക്കെ ആയാൽ ആ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല, ആ സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓയിലിൻ്റെ ക്യാപ്പ് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ സ്ട്രെയിനർ നമുക്ക് ഓയിൽ ചേമ്പറിനകത്താണ് വരിക. ആ ഓയിൽ ചേമ്പർ അയച്ചെടുത്തിട്ട് നമുക്ക് സ്ട്രെയിനർ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ആ ക്യാപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. ഈ ക്യാപ്പിനകത്തുണ്ടോ കാണുന്നുണ്ടോ അറിയില്ല. ഈ ക്യാപ്പിനകത്ത് കുറേ സ്ലെഡ്ജാണ്. ഓയിൽ കറക്റ്റ് ടൈമിൽ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ്. അതിനുവേണ്ടി നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തായിരുന്നു ഓളൊന്ന് കൊടുക്കുക. എന്നാൽ ഞാൻ ചെയ്യുന്ന എല്ലാ മെക്കാനിക്കൽ വീഡിയോസിൻ്റെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ ഇനി നമുക്ക് അയക്കാം. കാറ് നമ്മൾ ജാക്കി വെച്ച് ഉയർത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് സൈലൻസറിൻ്റെ ബോൾട്ട് അയക്കലാണ്. അത് കുറച്ച് പാടുള്ള പണിയാണ്. കാരണം കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹാമർ വെച്ച് 2-3 അടി അടിക്കണം. എന്നാൽ മാത്രം ബോൾട്ട് ഒന്ന് ഞെട്ടും. അതിനുശേഷം നമുക്ക് സൈലൻസറിൻ്റെ ബോൾട്ട് നമുക്ക് അയച്ചെടുക്കാം. ഇതിന് ബാക്കിയും വർക്കുകളൊക്കെ ഉണ്ട്. കാരണം ഓയിൽ ലീക്ക് ഉണ്ട്, ക്ലച്ച് മാറ്റാനുണ്ട്. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സൊക്കെ അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ സീലുകളെല്ലാം തന്നെ ലീക്ക് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ റൗണ്ട് ബോൾട്ടുകൾ അയക്കേണ്ടത് 10ൻ്റെ ബോൾട്ടാണ് വരിക. നമ്മളൊന്ന് ഓയിൽ ഡ്രെയിൻ ചെയ്ത് വെക്കുക ഫസ്റ്റ്. അതിന് മുന്നേ ഈ ഓയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ബ്ലോക്ക് ഉണ്ടാകുന്നത്. ചില ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ ഓയിൽ കുറയുമ്പോൾ പിന്നെ ടോപ്പ് അപ്പ് ചെയ്ത് ഓടും. അത് എൻജിനെ ബാധിക്കുന്ന ഒരു കാരണമാണ്. അങ്ങനെ ടോപ്പ് അപ്പ് ചെയ്ത് അങ്ങനെ ഓടാൻ വേണ്ടി പാടില്ല. കാരണം ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന ഓയിൽ അതിൻ്റെ കറക്റ്റ് ഗ്രേഡൊന്നും ആയിക്കില്ല. ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ ഉടനടി ലീക്ക് ക്ലിയർ ചെയ്യാണ് വേണ്ടത്. ഓയിൽ നല്ല കട്ടിയുണ്ട്, അതുപോലെ തന്നെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ പറഞ്ഞു വെച്ചാൽ ഞാൻ കുറേ ടോപ്പ് അപ്പ് ചെയ്ത് ഓടിയെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ടോപ്പ് അപ്പ് ചെയ്ത് ഓടിയിൽ മാത്രം കാണാനുണ്ട് ഓയിൽ. ഏകദേശം നമ്മൾ ഓയിൽ ചേമ്പറിൻ്റെ ഓയിൽ സമ്പിൻ്റെ ചുറ്റുപാടുള്ള ബോൾട്ട് ഉണ്ട് 10ൻ്റെ. ആ 10ൻ്റെ ബോൾട്ട് നമുക്ക് അയച്ചെടുക്കാം. ഇതിന് വില കുറവാണ് അറിയാം. കിടക്കുന്ന നമ്മളെ മഹാൻ, നമ്മളെ എഞ്ചിന് പണി തരുന്ന മഹാൻ നമ്മൾ തന്നെയാണ്. നമ്മളെ ഓയിൽ സ്ട്രെയിനർ ബ്ലോക്കാകാൻ വേണ്ടി ഓരോന്നും ചെയ്യുന്നത്. കറക്റ്റ് ഓയിൽ സർവീസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ബ്ലോക്ക് വരില്ല. അപ്പോൾ നമ്മൾ സ്ട്രെയിനർ അയച്ചെടുക്കുക. 10ൻ്റെ 2 ബോൾട്ടാണ് ഉള്ളതിന്. ഓയിൽ പമ്പാണ് ഈ സൈഡിൽ കാണുന്നത്. ഓയിൽ പമ്പിൻ്റെ അടിഭാഗത്തായിട്ട് വരിക സ്ട്രെയിനർ. നമുക്ക് അയച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ സ്ട്രെയിനർ അയച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് സ്ട്രെയിനർ. ഇവിടെയാണ് ബ്ലോക്ക്. ഇത് മൊത്തം അടഞ്ഞിട്ടാണുള്ളത്. ഇതിങ്ങനെ ഒരു അരിപ്പ പോലെയാണ് ഉണ്ടാവുക. അതായത് എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഇതിന് അകത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അരിപ്പയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് ഓയിൽ പമ്പ് വരിക. ഇതിന് മുകളിലോട്ടാണ് ഓയിൽ പമ്പ് വരിക. അതായത് ഓയിൽ പമ്പ് ഇവിടെ നമ്മളെ എന്താ പറയുക, കിണറിന്ന് വെള്ളം വലിക്കുന്ന പോലെ ഓയിലിനെ വലിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു പൂട്ടുവളവിൽ നമ്മൾ ഇതുപോലെ അരിപ്പ പോലെ സാധനമൊക്കെ നെറ്റൊക്കെ നമ്മൾ കെട്ടില്ലേ, അതേപോലെ നെറ്റാണിത്. ഇത് നമുക്കിത് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഇതിൻ്റെത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല ഇത് എന്താ തിരിയും. നമുക്കിതിനെ ക്ലീൻ ചെയ്യണം. ഇതാണ് നമ്മളെ സ്ട്രെയിനർ. ഇത് പുതിയതല്ല, ഇത് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അത് നമ്മൾ ഇവിടെ നോക്കിയാൽ നമുക്ക് അപ്പുറത്തേക്ക് കാണുക. ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഇതാണ് സ്ട്രെയിനറാണ് നേരത്തെ ഓയിലിൻ്റെ സ്ലെഡ്ജ് കാരണം ബ്ലോക്ക് ആയത്. അപ്പോൾ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, കാരണം എത്ര ഓയിൽ ഇതിന് മുകളിലോട്ട് എൻജിനിലേക്ക് കയറി പോകുന്നുണ്ടാകുന്നു. നേരത്തെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഹോൾസ് പോലും ഇതിൽ കാണാനുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കറക്റ്റ് ഓയിൽ ചേഞ്ച് ആക്കുക. കൂടാതെ തന്നെ കിലോമീറ്റർ കുറച്ച് കൂടുമ്പോൾ കുറച്ച് കിലോമീറ്ററിൻ്റെ സർവീസ്, അതായത് 10,000 ഒരു 9 ഒരു 8 ആക്കി കുറയ്ക്കുക. കുറയ്ക്കുന്ന അത്രയും നല്ലതാണ്. ഇത് ബ്ലോക്ക് ആവാനുള്ള കാരണം വളരെ കുറയും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എൻജിൻ പണിക്കുള്ള മെയിനായിട്ടുള്ള ഒരു കാരണമാണ് സ്ട്രെയിനർ, ഓയിൽ സ്ട്രെയിനർ. നമുക്കിത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓയിൽ ചേമ്പർ നമ്മൾ വാട്ടർ സർവീസ് സ്റ്റേഷൻ കൊണ്ടുപോയിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല ഡീസലൊക്കെ ഇട്ട് കഴുകിയിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുറ്റിലും ബോണ്ട് തേച്ചിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. പാക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പാക്കിങ് കാര്യങ്ങൾ ചിലപ്പോൾ വന്നാൽ ചിലപ്പോൾ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബോണ്ട് ഇട്ടിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഓയിൽ സ്ട്രെയിനർ ഫിറ്റ് ചെയ്യണം. നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ഓയിൽ സ്ട്രെയിനർ നമുക്ക് ഫിറ്റ് ചെയ്യുന്ന ശേഷമാണ് നമ്മൾ ഓയിൽ ചേമ്പർ ഫിറ്റ് ചെയ്യുന്നത്. അടിച്ചതിനോട് പറഞ്ഞ്
സൈലൻസറിൻ്റെ നമ്മൾ അയച്ചിട്ടാൻ വേണ്ടി പാക്കിങ് പോയിട്ടുണ്ടായിന്. ആ പാക്കിങ് നമ്മൾ മാറ്റുന്നുണ്ട്. അതിന് 80 രൂപ അങ്ങനെ എന്താ വിലയുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇതിലൂടെ ലീക്കാവും. അവിടെ പുതിയ പാക്കിങ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ലീക്കുള്ളത് നമ്മളെ ഫ്ലൈ വീലിൻ്റെ ബാക്കിലുള്ള ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സീലാണ്. അപ്പോൾ ആ സീലും കൂടി നമുക്ക് മാറ്റണം. സീല് ഫിറ്റ് എന്നൊക്കെ കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്തിട്ട് ഓടിയെന്ന് പറഞ്ഞില്ലേ, ഇതിലൂടെയൊക്കെ ഓയിൽ ലീക്കായിട്ടാണ് ഓയിൽ കുറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഓടും, ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യും, പിന്നെയും ഓടും, പിന്നെയും ടോപ്പ് അപ്പ് ചെയ്യും. നമ്മൾ തിരക്ക് കാരണമായിരിക്കും ചിലർ ചെയ്യുന്നത്, എന്നാലും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഓയിൽ ഫില്ല് ചെയ്തിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ടിങ്ങിലൊക്കെ വെക്കണം, പക്ഷേ ഓട്ടി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി എല്ലാവരും ഓയിൽ ചേഞ്ച് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയല്ല, ചെയ്യണം. എന്നാൽ മാത്രമേ എൻജിൻ പണിയിൽ നിന്നുള്ള നമുക്കൊരു രക്ഷ നേടാൻ വേണ്ടി നമുക്ക് പറ്റൂ. അപ്പോൾ അടുത്തൊരാഴ്ച നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.